ഹിറ്റ്ലർ പറയുന്നുണ്ട്, സ്നേഹത്തെക്കാൾ ആയുസ് വെറുപ്പിനുണ്ട് എന്ന്. വെറുപ്പ് നിങ്ങളുടെ മനസ്സിൽ തറച്ചു കഴിഞ്ഞാൽ അത് പുറത്തു കടക്കാൻ വലിയ പാടാണ്. ആ വെറുപ്പിന് ശമനം ഉണ്ടാവുകയും വീണ്ടും സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ സമയം കൂടുതലെടുക്കും. പക്ഷേ രണ്ട് മനുഷ്യർക്കിടയിലുള്ള സ്നേഹം പെട്ടെന്ന് അവസാനിക്കും. ഏത് ചെറിയ ചെറിയ പ്രകോപനം കൊണ്ട് അവസാനിക്കാം. പക്ഷെ വെറുപ്പ് അങ്ങനല്ല. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വരികയും ആ വെറുപ്പ് നിലനിർത്താൻ നമ്മൾ തന്നെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ മാനസിക നിലയുടെ ഒരു പ്രത്യേകത. യാഥാർത്ഥ്യമാണ്. സോ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് അടവ് നയമെന്നോ മറ്റോ പേരിട്ട് വെറുപ്പിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോൾ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ വെറുപ്പ് ഇറങ്ങിപ്പോകത്തില്ല. അത് അപകടകരമാം വിധം നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ പടർന്നു കഴിഞ്ഞിരിക്കും. അത് പിന്നീട് മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കും, അത് കലാപങ്ങളുണ്ടാക്കും, ആളെ കൊല്ലും. അതാണ് നമ്മൾ ഇന്ത്യയിൽ പലയിടത്തായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. CPIM ആലോചിക്കേണ്ട കാര്യം അതാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി നിന്ന് കേരളത്തിൽ വർഗീയത പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോട്ടിൽ അതിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിലേക്ക് പതിയെ പതിയെ പ്രവേശിക്കും. അത് വെറുപ്പിൻ്റെ വാണിഭക്കാർക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്മാർക്കിടയിലുണ്ടായിരുന്ന സൗഹൃദാന്തരീക്ഷം തകരും. അപ്പോൾ ഇത് എന്ന് പറയുന്ന സംഗതി ഇത് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിരന്തരമായി ഈ സംഗതി പ്രയോഗിക്കുന്ന ആളുകളിലേക്കും സന്നിവേശിക്കപ്പെടും. നമ്മളിപ്പോൾ കാണുന്ന എന്താണ്?